സിറ്റിംഗ് ജോബ് ചെയ്യുന്ന ആളുകളിൽ, അതായത് IT, ബാങ്കിങ് പോലെയുള്ള വർക്ക് ചെയ്യുന്നവരിൽ ബാക്ക് പെയിൻ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. പോകുന്നുണ്ട്. അതാണ് അതിനൊരു മെയിൻ റീസൺ. ഡിസ്ക് ബൾജ് IT സെക്ടറിൽ അല്ലെങ്കിൽ ഈ സിറ്റിംഗ് ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് വരാനായി. അതേപോലെ തന്നെ മസിൽ സ്പാസവും അതിന്റെ ഒരു കോസ് ആയിട്ട്, ഒരു ട്രിഗറിങ് ആയിട്ടുള്ളൊരു ഫാക്ടർ ആയിട്ട് മാറുന്നുണ്ട്. നമ്മൾ പോസ്റ്റർ ഇരിക്കുന്ന ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചാലും നമുക്ക് ഈ സിറ്റിംഗ് ജോബിലുള്ള ബാക്ക് പെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫ്കോഴ്സ് അത് പറ്റും. അത് നമ്മള് പോസ്റ്റർ കറക്റ്റ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ റെഗുലർ ബ്രേക്ക് എടുക്കുക. ഇപ്പൊ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നടന്ന് വന്നിരിക്കുകയാണെങ്കിൽ അത്രയും ആ ഒരു കണ്ടിന്യൂസ് പ്രഷർ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതുപോലെ വാട്ടർ ഇൻടേക്ക് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ മാം, ഈ വർക്ക് ഫ്രം ഹോം ഇപ്പോ ഒരുപാട് പേര് ചെയ്യുന്നതാണ് വർക്ക് ഫ്രം ഹോം. ആക്ച്വലി വർക്ക് ഫ്രം ഹോമും ഓഫീസ് ഹോം രണ്ടും സിറ്റിംഗ് ആണ് വരുന്നത്, പക്ഷെ രണ്ടും സ്പൈനിനെ എഫക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സ്പേസിലാണ് വർക്ക് ഫ്രം ഹോമിൽ ജോലി ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ചിലപ്പം സിറ്റിങ്ങിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല വർക്ക് ചെയ്യുന്നത്. കിടന്ന് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓഫ്വേർഡ് പൊസിഷനിൽ സോഫയിലൊക്കെ കാലൊക്കെ പൊക്കി വെച്ചിരുന്നിട്ട് മടിയിൽ വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓഫ്വേർഡ് പോസ്റ്ററിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ കംഫർട്ടിന്റെ ഒരു ഡിഫറൻസ് ആണ്. അത് കൂടുതൽ സ്ട്രെയിൻ നമ്മുടെ സ്പൈനിന്റെ മുകളിൽ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓഫീസിലാവുന്ന സമയത്ത് ഒരു ലിമിറ്റഡ് ടൈം ഉണ്ട് വർക്ക് ചെയ്യാനായിട്ട്, അല്ലെ? അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകും. ചില സമയം വർക്ക് ഫ്രം ഹോം ആവുന്ന സമയത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വർക്ക് ചെയ്യാം. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഗ്യാപ്പ് ഒന്നും എടുക്കാതെ, ബ്രേക്ക് ഒന്നും എടുക്കാതെ. അതും നമ്മുടെ നാട്ടിലിന്റെ മുകളിൽ ഡിഫറെന്റ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിനാണ് വർക്ക് ഫ്രം ഹോമിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ട് കൂടാൻ സാധ്യത വരുന്നത്.